ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ എണീറ്റ് വന്നപ്പോൾ അടുക്കളേൻ്റെ ഒരു കോലാണ് കേട്ടോ അത്. ഇന്ന് അമ്മ നേരെ വൈകിയാണ് എണീറ്റത്. അമ്മ നേരത്തെ പണിക്ക് പോവുകയും ചെയ്തിട്ടോ. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആടുംകുട്ടിയൊക്കെ വെള്ളമൊക്കെ കാട്ടിയിട്ടാണ് കേട്ടോ അമ്മ പോയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞോളെ ഞാൻ അരിയിട്ടിട്ടില്ല, ഇടൂലേന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മ പോയിട്ടുള്ളത്. പിന്നെ ഞാൻ എണീറ്റ് വന്നു, കുട്ടിയൊക്കെ ചായയൊക്കെ കൊടുത്തു. അങ്ങനെ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് ചായ കുടിക്കാനായിട്ട്. അമ്മൂസൂട്ടിയുണ്ട് കേട്ടോ എൻ്റെ കൂടെ അടുക്കളയിൽ. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അച്ഛനാണ് കേട്ടോ വന്നിട്ട് പോയത്. അച്ഛൻ വെള്ളം കുടിക്കാൻ വന്നതേന്നേ. അച്ഛൻ പറമ്പിൽ ഓരോ പണിയിലാണ്, മഴയല്ലേ. അപ്പോൾ ചേമ്പ്, ചേന, മഞ്ഞൾ, കവുങ്ങും തൈ ഒക്കെ അങ്ങനെയുള്ളതൊക്കെ കുറേ വീടിൻ്റെ ചുറ്റിലുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി നടുകയാണ് കേട്ടോ അച്ഛന്. അപ്പം അതിൻ്റെ ഇടയിൽ അച്ഛൻ വെള്ളം കുടിക്കാൻ വന്നതാണേ. അപ്പോഴൊക്കെ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടോ. പാത്രങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നത് കാണുന്നതന്നെ എനിക്ക് ഭ്രാന്താണ്. എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി അതാത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കാനൊരു മുറുക്കുണ്ടാവുള്ളൂ. എന്നാലും എളുപ്പം പണികൾ കഴിയുകയും ചെയ്യും. മറ്റേത് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി പണികളൊന്നും തീരൂല. അപ്പോൾ ഞാനത് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങളൊക്കെ സ്റ്റാൻഡിലാക്കി ഒതുക്കി വെച്ചിട്ടോ. അമ്മൂസൂട്ടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ എല്ലാ പണിയെടുക്കുമ്പോഴും അടുക്കളയിൽ. ഞാനും അമ്മൂസും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുക. അമ്മൂസ് ഓരോ പാട്ടൊക്കെ പാടും. വാ പൈങ്കിളി പോ പൈങ്കിളി പച്ച പൈങ്കിളി വാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാട്ടിട്ട് അമ്മൂസിന് പൈങ്കിളി എന്ന് പറയാൻ കിട്ടൂല. അമ്മൂസ് വാ പാ പോ പാ പച്ചപ്പ വാ അങ്ങനെയാണ് കേട്ടോ അമ്മൂസ് പാടുക. നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ ഞാനത് പിന്നെ ഇങ്ങനെ പാടിപ്പിക്കും അമ്മൂസിനെ കൊണ്ട്. അങ്ങനെ ചോറിന് അരി ഇടുകയാണ് കേട്ടോ. 3-4 വട്ടമൊക്കെ കഴുകണം എന്നാണ് കേട്ടോ അരി. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഞാനും കഴുകിയിട്ടുണ്ട് കേട്ടോ. കുറുവേരി ആയതുകൊണ്ട് ഇതിപ്പിട്ടാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഞാൻ വേഗത അരിയിടാണേ. അച്ഛൻ പറമ്പിൽ ഇങ്ങനെ പണിയെടുക്കല്ലേ, മഴയാകുമ്പോൾ നല്ല വിശപ്പ് ആവും. പിന്നെ കുട്ടികൾക്കും തന്നെ ഭയങ്കര വിശപ്പാണ്. അമ്മ എന്തേലും താ എന്ന് പറഞ്ഞ് നടക്കും അനുമോളും അമ്മമ്മോളും. അമ്മൂസൂട്ടി പിന്നെ കഴിക്കൊന്നുമില്ല, ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എടുത്ത പണി തന്നെ പിന്നെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെവിടെയാണ് അടിച്ചൊരു തുടച്ച് അവിടെ മാത്രമേ അമ്മൂസൂട്ടി കൊണ്ടുപോയിട്ട് എന്ത് സാധനമാണ് കളയുള്ളൂ. അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ട ശേഷം ഞാൻ മുറ്റത്തേക്ക് വന്നാണ് കേട്ടോ. അച്ഛൻ്റെ പണികളൊക്കെ ഒന്ന് നോക്കിയതാണ്. അച്ഛനതാ കൊട്ടയിലാക്കിയിട്ട് ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ചേന ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്, പൂവ് പോലെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. ഈ കവുങ്ങും തൈകളൊക്കെ നടാനുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആയി കാണും കേട്ടോ ഈ തൈകൾ അച്ഛൻ പാകി കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. വേനൽക്കാലം ആകുമ്പോൾ നല്ല പോലെ മറ കെട്ടിയിട്ട് വെച്ചതേന്നേ, വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ നമ്മളെ വീട്ടിൽ ആടുംകുട്ടികളുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് 5 ആടുംകുട്ടികളുണ്ട്. അപ്പോൾ ആടുംകുട്ടികളുടെ ആട്ടുംകാഷ്ടങ്ങളൊക്കെ വേനൽക്കാലത്ത് ഉണക്കി വെച്ചതേന്നു കേട്ടോ, ചാക്കിലാക്കി വെച്ചതേന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അച്ഛൻ ചേമ്പും ഇതൊക്കെ നടുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് വേഗം ചോറ് ഊറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മൂസൂട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ അതിനൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. പക്ഷേ ഈ കലം കഴുകണ പരിപാടി ഭയങ്കര റിസ്ക്കാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ കലം കഴുകണ പരിപാടി. അതങ്ങോട്ട് ഉരച്ച് വൃത്തിയായി കണ്ടിട്ടില്ലെങ്കിൽ അതൊരു വല്ലാത്ത ഭ്രാന്ത് തന്നെയാണ് കേട്ടോ. കുറേ നേരം അതിന് മെനക്കെട്ടിട്ടാണ് കേട്ടോ നന്നായി കിട്ടിയത്. ചുമരിലൊക്കെ കരി തെറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ്. ഇനി വേഗം അതേ കലത്തിൽ തന്നെ നമുക്ക് കുടിവെള്ളം കൂടി വെക്കാനുണ്ട്. പിന്നെ ഇന്നിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചിരങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ആ ചിരങ്ങ എടുത്തിട്ട് താളിക്കുകയാണേ. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചെറിയ ഉള്ളിയിലാണ് കേട്ടോ ഇവിടെ താളിക്കുക. ഇവിടെ അമ്മയ്ക്ക് തക്കാളി ഇട്ടിട്ട് ചിരങ്ങ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ എന്നെ കൊണ്ടുപോയ വീട്ടിൽ, കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിൽ അവിടെ തക്കാളി ഇട്ടിട്ടാണ് കേട്ടോ ചിരങ്ങ താളിക്കുക. ഓരോ നാട്ടിലും ഓരോ കോലത്തിലല്ലേ. അവിടെ തക്കാളി ഇടാൻ ഞാൻ കുറ്റാണ് കേട്ടോ. ഇവിടെ തക്കാളി ഇട്ടാൽ ഭയങ്കര കുറ്റാണ്. അമ്മ തീരെ കൂട്ടൂല. തക്കാളി ഇട്ട ചിരങ്ങ തന്നെ കൂട്ടിയാൽ മതി എന്ന് പറയുന്നോട്. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യേ. പക്ഷേ ആ കുക്ക് ചെയ്യുന്നതിൻ്റെ ആദ്യം എടുത്തു കൂടെ പോലും എൻ്റെ കൈപുണ്യം പോയിട്ടില്ല കേട്ടോ. അമ്മ ചിക്കൻ കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഏട്ടനും പറയും കേട്ടോ, ആ അമ്മേൻ്റെ മോളെന്നല്ലേ ഈ നോക്കുന്നോട്, അത്ര ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാലും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ പച്ചമുളകും കറിവേപ്പിൻ്റെലയും കൂടി ഇട്ടിട്ട് വാട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അത് അങ്ങോട്ട് കുറച്ച് നേരം ആവിയിൽ വേവിച്ച ശേഷം ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് വെച്ചാൽ നമ്മളെ ചിരങ്ങാക്കറി ആയിട്ടോ. പിന്നെ ഇതിലേക്ക് ഇന്നുള്ളത് ഉണക്കമീനാണ്. നമ്മളെ നാട്ടിൽ തളമീൻ എന്നിട്ട് പറയുക. അങ്ങനെ ഒരു തളമീനും പൊരിച്ചു, ചിരങ്ങാക്കറി രണ്ടെന്നത്തെ ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഞാനത് കൂട്ടി ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഉച്ചത്തെ ഭക്ഷണമാണ് കേട്ടോ. രാവിലത്തെ ഒന്നും എടുത്തപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. കഴിച്ച സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അമ്മൂസുട്ടി ഞാനും കൂടി വേഗം ഭക്ഷണം കഴിച്ചേ. ആദ്യം അമ്മൂസിന് കൊടുത്തു കേട്ടോ, പിന്നെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചൊരുങ്ങിയത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മൂസും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ പറമ്പിലേക്ക്. അമ്മൂസുട്ടി വീണു പോകുമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. കുറച്ച് കുത്തനെ ഇറങ്ങണം കേട്ടോ, താഴേക്ക് റോഡിലേക്ക് ഇറങ്ങണേ. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി. ഇത് നമ്മളെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള മലയാണ് കേട്ടോ. വലിയ മലയിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്. ആ മലേൻ്റെ അതേ ഉയരത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മലയുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളെ വീടുള്ളത്. ഇത് വീട്ടിലെ ആടുംകുട്ടിയാണ് കേട്ടോ. ഇതാണ് വലിയ ആടുംകുട്ടി നമ്മളെ വീട്ടിലത്തെ. മഴ ആയതുകൊണ്ട് മുറ്റത്ത് തീറ്റാൻ കൊണ്ടുപോയാലോ തീരെ തിന്നാതെ മഴ കൊള്ളുമെന്ന് കരുതിയിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കും ഒരു കൂട്ടിലേക്ക് തന്നെ ഓടി വരും. അങ്ങനെ തിന്ന് വയറ് നിറക്കാനിട്ടാണ് കേട്ടോ വയറ് കുട്ടി നിൽക്കുന്നത്. 5 ആടുംകുട്ടികളുണ്ട് കേട്ടോ. ഇത് നമ്മളെ വീട്ടിലത്തെ കിണറാണ്. കിണറിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്തൊരു തുള്ളി വെള്ളമില്ലേന്ന് കേട്ടോ. വെള്ളമില്ലായിട്ട് നമ്മൾ പൈസയ്ക്ക് വെള്ളം മേടിച്ചത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ആയിട്ടോ. 4-5 ദിവസമായില്ലേ മഴ നിൽക്കാതെ പെയ്യണം. പിന്നെ അമ്മ ആടുംകുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് കൂട്ടിലാക്കുകയാണ്. വേഗം ആടുംകുട്ടികൾക്ക് മഴ തീരെ കൊള്ളാൻ വയ്യ, ഭയങ്കര മടിയാണ്. മഴച്ചാറിൽ കൊണ്ടാലും വേഗം കൂട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.